അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 173 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമനിൽ ളുർറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ إثم عليه إن الله غفور رحيم. فمن اضطر ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. വാദ് ഖൽഖല ലെറ്റർ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫമനിൽ തുറ എന്ന് ഓതിപ്പോവരുത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ, തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ കേട്ടോ. റോ ശബ്ദ വന്നിട്ടുണ്ട്, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതിപ്പോവുക. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ടിനെ ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നമ്മൾ ചുമ ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പുവെള്ളമൊക്കെ വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാറില്ലേ, അപ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ഖ എന്നുള്ളൊരു സൗണ്ട്, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ഗൈനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ ആദ്യ ഭാഗത്തു നിന്നാണ് ഗൈന് പുറപ്പെടുന്നത്. ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഗൈനിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ആം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിന് നമ്മൾ വാവിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. ഇദ്ആം ബിഗുന്ന ബാഗിൻ വലാ, അതുപോലെ ഊത്. ആദ്യം ഫല, ഐനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മറച്ചു വെക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക. ആദ്യം ഫല, അതുപോലെ ഊത. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 or 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. സ ലൈറ്റാക്കി ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ മദ് ലീനായിട്ട് മാറും. അപ്പോൾ 2 or 4 or 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. ഫലാ ഇസ്മ അലൈഹ്, ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഹാക്ക് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നൂനിന് ശ്രദ്ധ വന്നു. അക്ഷരമുള്ള ഉന്നൻ നന്നായിട്ട് മണിക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാലും നമ്മൾ കൂടുതലായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഗഫൂറുർ റഹീം. ഗൈനിൻ്റെ മഖ്റജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്നൽ ഹൽഖ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ടിനെ ഐനായി പോവാതെ നോക്കുക. ഫ കൂടെ വൗമദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. റോക്ക് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ആം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള റോ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ റോയിലേക്ക് ലയിപ്പിക്കണം, പക്ഷേ ഒന്ന കൊടുക്കാതെ ഊതുക, മണിക്കാതെ ഊതുക കേട്ടോ. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ട് മണിക്കരുത്, തെറ്റാണ്. ഗഫൂറുർ റഹീം. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഉയർത്തി ലെറ്റേഴ്സ് പെട്ടതാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അവസാനത്തിൽ മദ് ആൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്
أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിച്ചു കൊടുക്കുക. ലാമിന് ശ്രദ്ധ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. യക് തുമൂൻ, കാഫ് സുക്കൂനാവുന്ന സമയത്ത് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കുക കേട്ടോ. യക് തുമൂൻ ഓതിപ്പോവരുത്. യക് തുമൂൻ അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 or 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായുടെ ലെറ്റർ ആയിട്ടുള്ള സായ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്, നമ്മുടെ നാവിന് മുകളിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ ലക്ഷത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള അള്ളാഹ് എന്നുള്ള വേർഡിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മിനൽ കിതാബി വയസ്തറൂൻ, ലാം കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ത കൂടെ അലിഫ് സ്വഗൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. വയസ്തറൂന ബിഹ്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഷീൻ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. റ വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വയസ്തറൂന ബിഹി സമനം ഖലീല, ഹ കൂടെ യാ സ്വഗൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും തന്നെയാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെക്കുകയും ചെയ്യുക. എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. സമനം ഖലീല, നൂനിന് ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഖാഫാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. സമനൻ ഖലീല എന്ന് ഓതിപ്പോവരുത്, ഇബ്ഹാർ ചെയ്യരുത്, മറച്ചു വെക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇബ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹംസ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. ഖലീലൻ, നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കണം. ഖലീലൻ ഉലൈക്, ഇതുപോലെ ഓതുക കേട്ടോ. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്, 4 or 5 കൗണ്ട് നീട്ടിയിട്ട് ഓതുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. യഅ്കുലൂൻ, ഹംസ കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. യഅ്കുലൂൻ ഓതിപ്പോവരുത്. യഅ്കുലൂൻ, ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക. യഅ്കുലൂന ഫീ ബുത്തൂനിഹിം, ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ഫീ ബുത്തൂനിഹിം, ഫ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബുത്തൂനിഹിം എന്നായി പോവരുത്, താ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവരുത്. ബുത്തൂനിഹിം, നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തണം. ഇപ്പോൾ ബാക്ക് എന്നുള്ളൊരു വിശേഷണം കൂടി തോക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. വൗമദ്ദാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ബുത്തൂനിഹിം ഇല്ലന്നാറ വലാ യുകല്ലിമുഹും,
ലാമിന് ശബ്ദ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ലാമിൻ്റെ കൂടെയുള്ള മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഹംസത്തുൽ വസ്ൽ വന്നു, ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. നൂനിന് ശബ്ദ അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വലാ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമിന് ശബ്ദ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കരുത്, മണിക്കാതെ ഓതി കൊടുക്കുക. അല്ലാഹു യൗമൽ ഖിയാമ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് വമ്മ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. യൗമൽ ഖിയാമ. ലാം കൊൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കട്ടോ. കൈ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. യാ കൂടെ അലിഫ് സ്വയറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. സായ് ഉച്ചരിക്കുമ്പോൾ അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകുമല്ലോ, ആ സൗണ്ട് തന്നെ കൊടുക്കുക. സീനിൻ്റെ സൗണ്ടൊന്നും ആയി പോവാതെ നോക്കുക കേട്ടോ. യുസക്കീഹിം. കാഫിന് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. യാമദ്ദാണ് കൂടെ വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. മഹ്റജ് അക്സൽ ഹൽക്കാണ്, തൊണ്ടയുടെ അവസാന ഭാഗം. സൗണ്ടിന് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. വലഹും അദാബുൻ അലീം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. മീം സാക്കിനക്ക് ശേഷം ബ മീം എന്നീ 2 അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏത് അക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഇൽഹാർ ഷഫവിയാണ് വരുന്നത്, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇൽഹാർ. വലഹും അദാബുൻ ഓതരുത്, മണിക്കരുത്. വലഹും അദാബുൻ അലീം. അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ബ വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. അദാബുൻ അലീം. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കണം. അദാബുൻ അലീം. അതുപോലെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹംസയുടെ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.